ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന കോമഡി സീതയുടെയും അക്ബറിന്റെയും പ്രണയകഥ തന്നെയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, അങ്ങനെ സിംഹത്തിന് പോലും ജാതിയും മതവുമൊക്കെ ആയി കേട്ടോ. പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബർ എന്ന സിംഹത്തെയും സീത എന്ന സിംഹത്തെയും ഒരുമിച്ച് താമസിപ്പിക്കുന്നതിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത് കോടതിയെ സമീപിച്ച വാർത്തയാണ് വ്യാപക ട്രോൾ ഏറ്റുവാങ്ങുന്നത്. വിചിത്ര ഹർജിയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ട്രോളന്മാരും പണി തുടങ്ങിയത്. ഇത്തരം ട്രോളുകൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാറ്റസ് ആക്കിയവരും നിരവധിയാണ്. സിംഹങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുന്നതിനെ VHP എങ്ങനെയാണ് നോക്കിക്കാണുന്നവെന്ന് അറിയാമോ? അത് ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ അക്ബർ സീത വിവാദം കർഷക സമരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്നാണ് സോജി തോട്ടത്തിൽ അഭിപ്രായപ്പെടുന്നത്. മുസ്ലിം ലയൺ അക്ബർ ഹാജി, ഹിന്ദു ലയൺ സീതാദേവി, മൈ ഇന്ത്യാസ് ഐഡിയോളജി ഈസ് ബൂമിംഗ് എന്ന് ട്രോളുന്നു വേറിട്ട ശബ്ദം കുഞ്ഞൂട്ടി ഇരുകുളങ്ങര എന്ന അക്കൗണ്ട്. സീതയും അക്ബറും ചേരാൻ പാടില്ല, എന്നാൽ സെവാഗിനെയും അക്തറിനെയും ചേർക്കാമെന്ന് പരിഹസിക്കുകയാണ് ബാലാജി ജയരാമൻ എന്ന അക്കൗണ്ട്. അക്ബറിന്റെ പേര് രാമസിംഹൻ എന്നാക്കിയാൽ പോരെ, അലി അക്ബർ ചെയ്തതുപോലെ എന്ന് ട്രോളുന്നു ജ്യോതിപ്രിയ. അക്ബറിനെ ഗർ വാപ്പസ് ചെയ്താൽ ഒന്നിച്ച് താമസിപ്പിച്ചൂടെ മിത്രങ്ങളെ എന്ന് ചോദിക്കുകയാണ് നൌഷാദ്. VHP പ്രവർത്തകർ തന്നെ കൂട്ടിൽ കയറി അവരെ വേർപിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യുന്നു നിയാസ്. നിസാമുദ്ദീൻ എക്സ്പ്രസിനും പരശുറാം എക്സ്പ്രസിനും ഒരേ ട്രാക്കിലൂടെ ഓടാമോ എന്ന സംശയമാണ് അൺഒഫീഷ്യൽ കോൺഗ്രസ് എന്ന അക്കൗണ്ട് പങ്കുവെക്കുന്നത്. സിന്ധു നദി അറബിക്കടലിൽ പോയി ചേരുന്നതിൽ വല്ല വിരോധവുമുണ്ടോ എന്ന ചോദ്യവും ഈ അക്കൗണ്ട് പങ്കുവെക്കുന്നുണ്ട്. അക്ബർ എന്നത് മുഗൾ ചക്രവർത്തിയുടെ പേരാണ്. സീതയാകട്ടെ ഇതിഹാസമായ രാമായണത്തിന്റെ ഭാഗവും. സീതയെ അക്ബറിനൊപ്പം പാർപ്പിക്കുന്നത് ഹിന്ദു മതത്തെ അപമാനിക്കലാണെന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. ത്രിപുരയിലെ സുവോളജിക്കൽ പാർക്കിൽ നിന്നും ഈ മാസം 12-നാണ് സിംഹങ്ങളെ സിലിഗുരിയിലെ ബംഗാൾ സഫാരി പാർക്കിലേക്ക് കൊണ്ടുവന്നത്. വനംവകുപ്പിനെയും ബംഗാൾ സഫാരി പാർക്ക് ഡയറക്ടറെയും കക്ഷികളാക്കിയാണ് വിശ്വഹിന്ദു പരിഷത്ത് ഈ ഹർജി നൽകിയത്. ഹർജി ഈ മാസം 20-ന് പരിഗണിക്കും. അപ്പോൾ ശേഷം ഭാഗം ഹർജി പരിഗണിച്ചതിന് ശേഷം